അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد واستفتحوا وخاب كل جبار عنيد صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ബഹുദൈവ ആരാധനയുടെ അഗ്രസീവായിട്ടുള്ള അഥവാ അക്രമാസക്തമായിട്ടുള്ള അവസ്ഥ ഏതേതു കാലഘട്ടത്തിൽ എവിടെയൊക്കെ നിലനിന്നിരുന്നുവോ ആ സന്ദർഭങ്ങളിലെല്ലാം ഭൂമുഖത്ത് മുസ്ലിം സമുദായത്തോട് വിദ്വേഷപരമായും വംശീയ ഉന്മൂലനപരമായതുമായ നിലപാടുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, പ്രവാചകന്മാർ അലൈഹിമുസ്സലാം കടന്നു വന്ന കാലഘട്ടങ്ങളിൽ അവരുടെ ആദർശത്തെ അംഗീകരിക്കാത്ത ആളുകൾ ആ സാമൂഹിക ക്രമത്തിനകത്തുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും ഒരുപോലെ പ്രവാചക ദർശനത്തിന് എതിരെ നിലപാടെടുത്തുകൊണ്ട് അക്രമാസക്തമായ വഴി സ്വീകരിക്കുന്നവരായിരുന്നില്ല. ആ സാമൂഹ്യ ക്രമത്തിലെ പ്രവാചകന്മാരുടെ എതിർപക്ഷത്തെ ആളുകളെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകുന്ന വസ്തുതയായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് 3 വിഭാഗം ആളുകളെ അക്കൂട്ടത്തിൽ കാണാമെന്നാണ്. ഏറ്റവും കൃത്യമായി ഈ 3 വിഭാഗത്തെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന മക്കയിലെ കാലഘട്ടത്തിലെ അവസ്ഥയെ വെച്ചുകൊണ്ട് ചരിത്രം നേരെ ചൊവ്വെ അടയാളപ്പെടുത്തുന്നുണ്ട്. തിരുനബിയുടെ ആദർശം സ്വീകരിക്കാത്ത മറുപക്ഷത്തുള്ള ആളുകളിൽ ഒരു കൂട്ടർ, അവർ വിഗ്രഹാരാധകരായിരിക്കെ തന്നെ, മുശ്രിക്കീങ്ങളായിരിക്കെ തന്നെ തിരുനബിയെ സഹായിക്കുന്നവരായിരുന്നു. അബൂ ത്വാലിബിൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. മറുഭാഗത്ത് മക്കയിൽ നിൽക്കക്കള്ളിയില്ലാത്ത ഒരു ഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ കൂട്ടി ത്വായിഫിൽ സഹായം തേടി പോകുന്നുണ്ട്. ത്വായിഫിലെ നാട്ടുകൂട്ട പ്രമാണിമാർ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, തിരുനബി വന്ന വിവരം മക്കക്കാരെ അറിയിക്കുകയും ചെയ്തു. അന്നത്തെ ഒരു പശ്ചാത്തലം വെച്ച് ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത്, ഒരു നാഗരിക സമൂഹത്തിനകത്ത് ജീവിക്കുന്ന ഒരാൾ മറ്റൊരു സാമൂഹ്യ ക്രമത്തിലെ അധികാരികളോട് സഹായം ചോദിച്ചു ചെന്നാൽ അതോടുകൂടി ജീവിച്ചിരുന്ന നാട്ടിലെ പൗരത്വം നഷ്ടപ്പെടുമെന്നാണ് ക്രമം. അന്നത്തെ സിവിൽ നിയമം അങ്ങനെയാ. അതുകൊണ്ട് റസൂലുള്ളാഹി ത്വായിഫുകാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വന്ന വിവരം നിങ്ങൾ മക്കക്കാരെ അറിയിക്കരുത്, കാരണം പിന്നീട് മക്കയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അത്തരമൊരു നിർണായക ഘട്ടത്തിൽ തിരുനബിയെ അവർ ദ്രോഹിച്ച് കല്ലെറിയാൻ
തെരുവ് പിള്ളേരെ ഏൽപ്പിച്ച് അങ്ങനെ ആട്ടിവിട്ടു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി ത്വായിഫിൽ വന്ന വിവരം അവർ മക്കക്കാരെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് മക്കയിൽ പ്രവേശിക്കാൻ റസൂലുള്ളാഹിക്ക് സാധിക്കില്ല. അത്തരം ഒരു പശ്ചാത്തല ചരിത്രം അടയാളപ്പെടുന്ന മുത്തനബി ബിൻ അദി എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭയം നൽകി കഅബയുടെ പരിസരത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് മുഹമ്മദിന് വീണ്ടും മക്കയിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം മുശ്രിക്കീങ്ങളായിരിക്കെ തന്നെ തിരുനബിയെ സഹായിക്കുന്ന ആളുകളെ അടയാളപ്പെടുത്തിയ ചരിത്രം. ഒരു കൂട്ടർ അങ്ങനെയാണ്. രണ്ടാമതൊരു വിഭാഗം അവർ മുശ്രിക്കീങ്ങളാണ്, ബഹുദൈവ ആരാധകരാണ്, തിരുനബിയുടെ ആദർശം സ്വീകരിക്കാത്തവരാണ്. പക്ഷെ റസൂലിനവർക്ക് വെറുപ്പില്ല, വിദ്വേഷമില്ല. അവർ സാദാ സീത അവരുടെ ജീവിതക്രമവുമായി ആദർശവുമായി ജീവിക്കുന്നു. എന്നാൽ മുസ്ലിമുകൾ പ്രത്യേകിച്ച് വെറുപ്പോ വിദ്വേഷമോ കൊണ്ട് നടക്കുന്നില്ല. രണ്ടാമത് കൂട്ടർ അങ്ങനെയാണ്. മൂന്നാമതൊരു കൂട്ടർ അഗ്രസീവായ, അക്രമോത്സുകമായ, എതിർപക്ഷമായി നിലകൊള്ളുന്നു. അവരാണ് മക്കയിലെ ചരിത്രം അടയാളപ്പെടുത്തിയ നാട്ടുകൂട്ട പ്രമാണിമാരായ മലകുകളായ ഉത്തുബത്തും ഷെയ്ബത്തും അബൂ സുഫ്യാൻ, അബൂജഹലും ഉമയ്യദിന് ഖലീഫ നേതൃത്വം കൊടുക്കുന്ന സംഘം. കൃത്യമായ നിലപാടിൽ പ്രവാചകനെയും അനുചരന്മാരെയും ദ്രോഹിക്കാനും നബിയെ ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിച്ച കൂട്ടർ. അപ്പൊ ഈ യാഥാർത്ഥ്യം കൃത്യമായി ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. ഏതേത് ഭൂപ്രദേശത്ത് എപ്പോഴൊക്കെ ബഹുദൈവ ആരാധകരായ ആളുകളിൽ അഗ്രസീവായ, അക്രമോത്സുകമായ നിലപാടുള്ള കൂട്ടർ ഉണ്ടാകുന്നുവോ അവർ ഇസ്ലാമിക സമൂഹത്തിന് നേരെ, ഇസ്ലാമിക സമൂഹത്തെ ലക്ഷ്യം വെച്ച് എഴുന്നേറ്റ് നിൽക്കുന്നുവോ അവിടെ മുസ്ലിം സമുദായത്തോട് വിദ്വേഷപരമായ നിലപാട്, വംശീയ ഉന്മൂലനപരമായ നിലപാട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന ചരിത്രം കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം ഇപ്പോൾ പറയേണ്ടി വന്നത് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്ത്യയിൽ തീവ്ര ഹിന്ദുത്വർ ഭരണത്തിന്റെ ബലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ ഈ ചരിത്ര യാഥാർത്ഥ്യത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളെല്ലാം കേവലം രാഷ്ട്രീയമായി എഴുതള്ളുന്നവരാണ്. പക്ഷെ ഇസ്ലാം കൃത്യമായി ഓരോ വശത്തെയും അതിൻ്റെ ചരിത്ര പ്രയാണത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്ന കാര്യം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഞാനും നിങ്ങളും ഓർക്കണം. ബാബരി പള്ളിക്ക് ശേഷം ഇനി 2 എണ്ണം കൂടി വേണമെന്ന് കാഷായധാരിയായ മുഖ്യമന്ത്രി UP നിയമസഭയിൽ പ്രസ്താവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ വർത്തമാനങ്ങളാണ്. ആ 2ൽ നിൽക്കുമോ എന്നതിന് ഉത്തരമില്ല എന്ന യാഥാർത്ഥ്യവും നിങ്ങൾ അറിയണം. എന്നല്ല, ഈ ഗ്യാൻവാപ്പി പള്ളിയുടെ താഴെ നിലവറയിൽ പൂജക്ക് അനുവാദം കൊടുത്ത ശേഷമുണ്ടായ സംഭവഗതികൾ, അവിടുത്തെ ബാഗ്പതിലെ ബദറുദ്ദീൻ ഷായുടെ ദർഗ കോടതി തന്നെ ഹിന്ദുത്വർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അജ്മീർ ദർഗയിൽ പുതിയ അവകാശവാദം ഉന്നയിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. താജ്മഹലിലെ ഉറൂസിനെ പ്രശ്നവൽക്കരിച്ചിരിക്കുന്നു. അതിൻ്റെ 4 പാടും കുഴിച്ച് പരിശോധിക്കാനുള്ള ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ഒടുവിലിപ്പോൾ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് NRCയും UCC നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പൗരത്വ ഭേദഗതി ബില്ലും പൗരത്വവുമായി ബന്ധപ്പെട്ട NRC സംവിധാനവും ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ അവസാനമായി ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഏക സിവിൽ കോഡ് പാസ്സാക്കിയിരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ ഒരാഴ്ചത്തെ സംഭവഗതികളാണ്. ദിനേന എന്നോണം ഒന്നിനു പിറകെ ഒന്നായി ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന സകല സംവിധാനങ്ങളെയും അലകും പിടിയും മാറ്റിയിരുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം സമൂഹത്തിന് കൂടുതൽ ബാധ്യതയുണ്ട് എന്ന യാഥാർത്ഥ്യം വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഏക സിവിൽ കോഡും പൗരത്വ നിഷേധവുമായി ബന്ധപ്പെട്ട നിലപാടുകളുമൊക്കെ എടുക്കുന്നത് യഥാർത്ഥത്തിൽ അഗ്രസീവായ ഈ ബഹുദൈവ ആരാധനാക്രമത്തിന്റെ അക്രമോത്സുകമായ സംവിധാനത്തിന്റെ ഭാഗമാണെന്ന യാഥാർത്ഥ്യം അറിയണം. ഒപ്പം അത് ഈ രാജ്യത്തെ എവിടെ എത്തിക്കുമെന്നതിനെ കുറിച്ച് ഈ നാട്ടിൽ നേരെ ചൊവ്വെ ചിന്തിക്കുന്ന എല്ലാവർക്കും ആശങ്കയുണ്ടെന്നും ഇത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല, നാടിന്റെ പ്രശ്നമാണെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ടെന്ന യാഥാർത്ഥ്യവും നമ്മൾ അറിയണം. ഈ യാഥാർത്ഥ്യം മുമ്പിൽ വെച്ചുകൊണ്ട് മേൽപ്പറഞ്ഞ പ്രസ്താവനയെ ഖുർആൻ എങ്ങനെ പഠിപ്പിക്കുന്ന വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ ഖുതുബയിൽ. ഉദാഹരണമായി സൂറ ഇബ്രാഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർ കടന്നു വന്ന ഒരു സാമൂഹ്യ ക്രമത്തിന്റെ പൊതുരീതിയെ പഠിപ്പിക്കുകയാണ്. വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, ആ നാട്ടിലെ അഗ്രസീവായ അക്രമോത്സുകമായ ഈ ബഹുദൈവ ആരാധനാ ക്രമത്തിന്റെ ആ ടീം അഥവാ നിഷേധികളായ ആളുകൾ
അവരിലേക്ക് വന്ന പ്രവാചകന്മാരോട് പറഞ്ഞത്. ഇവിടെ പ്രവാചകന്മാർ എന്ന ബഹുവചനമാണ് ഉപയോഗിച്ചത്. ഏതെങ്കിലും ഒരു പ്രവാചകനോട് പറഞ്ഞ ഒറ്റപ്പെട്ട കാര്യമല്ല. വക്കാലല്ലദീന കഫറു, നിഷേധികൾ പറഞ്ഞു, അക്രമോത്സുകരായ ഈ ഫാസിസ്റ്റ് സംവിധാനങ്ങൾ പറഞ്ഞു, ലി റുസുലിഹിം, അവരിലേക്ക് വന്ന പ്രവാചകന്മാരോട് എന്താ പറഞ്ഞ, ലനുഖ്രിജന്നകും മിൻ അർദിന, നിങ്ങളെ ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കും, നിങ്ങളെ പൗരത്വം റദ്ദാക്കുമെന്നാണ് പുതിയ ഭാഷ. ഇന്ന് ആർക്കും ആരെയും നാട് കടത്താൻ പറ്റില്ല, അത് പഴയ കാലമാണ്. അന്ന് നാട് കടത്തപ്പെട്ടാൽ പോയി ജീവിക്കാൻ നോ മാൻസ് ലാൻഡ് ഉണ്ടായിരുന്ന കാലമാണ്, ആരുടേതുമല്ലാത്ത ഭൂപ്രദേശങ്ങൾ. മക്ക വിട്ട പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ അതിർത്തി കടന്നിട്ട് മദീനയിലേക്ക് എത്തുമ്പോൾ നീണ്ട വിശാലമായ ഭൂപ്രദേശത്ത് നിന്നിട്ടുണ്ട്. അത് നോ മാൻസ് ലാൻഡാ. തോയിഫ് എന്ന് വരുന്ന പ്രവാചകൻ മക്കയിൽ പ്രവേശിക്കുമ്പോൾ ആരുടേതുമല്ലാത്ത തോയിഫുകാരുടേതും മക്കക്കാരുടേത് ഭൂപ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട്. അന്ന് ഭൂമിയിൽ അങ്ങനെ ഇടങ്ങളുണ്ട്, നോ മാൻസ് ലാൻഡ്, ആരുടേതുമല്ലാത്ത പ്രദേശം. ഇന്ന് അങ്ങനെ ഇല്ല. അതുകൊണ്ട് അതിർത്തി ഭദ്രമായ പാസ്പോർട്ടും വിസയും ഒക്കെയുള്ള പുതിയ കാലത്ത് അങ്ങനെ അങ്ങ് പുറത്താക്കാൻ പറ്റില്ല. അപ്പൊ അതിന് മാർഗം ഇവിടെ നിർത്തിയിട്ട് പൗരന്മാരുള്ളതാക്കുക എന്നതാണ്. അതുകൊണ്ട് ഖുർആനിന്റെ ഈ പ്രയോഗത്തിന്റെ പുതിയ വേർഷൻ മനസ്സിലാക്കണം. ലനുഖ്രിജന്നകും മിൻ അർദിന, നിങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും. ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. നിങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും, അഥവാ നിങ്ങളെ പൗരത്വരഹിതരാക്കി മാറ്റും, നിങ്ങളെ രാഷ്ട്രരഹിതരാക്കി മാറ്റും. നിങ്ങൾ പൗരന്മാരല്ലാതെ രണ്ടാംകിട പൗരന്മാരായി ഇവിടെ കൂലി വേല ചെയ്യുന്ന ചീപ്പ് റൈറ്റ് ലേബേഴ്സായി ബനൂ ഇസ്രായേൽക്കാർ അടിമകളായി ജീവിച്ചതുപോലെ ജീവിക്കേണ്ടി വരും. നിങ്ങൾക്കൊരു അവകാശം ഉണ്ടാവില്ല. അതാണ് ഈ പറഞ്ഞ പ്രയോഗത്തിന്റെ പുതിയ വേർഷൻ. ലനുഖ്രിജന്നകും മിൻ അർദിന, ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പുറത്താക്കും. ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, അല്ലെങ്കിൽ ഞങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പാക്കും, അഥവാ നിങ്ങളെ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. നിങ്ങളുടെ മതത്തിന്റെ പേഴ്സണല്ലോ, നിങ്ങളുടെ മതത്തിന്റെ അത്തരത്തിലുള്ള ഒരു നിയമവും സിവിൽ നിയമങ്ങൾ നിങ്ങൾക്ക് ബാധകമാവില്ല. അതിവിടെ നടപ്പാക്കാൻ പറ്റില്ല. വിവാഹം, വിവാഹമോചനം, മരണം, ജനനം, ദത്തെടുക്കൽ, അനന്തരാവകാശം, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ സിവിൽ കോഡിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഈ രാജ്യത്ത് അനുവാദമുള്ള അത്തരം ക്രമങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ മില്ലത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. പുതിയ കാലഘട്ടത്തിന്റെ പ്രയോഗങ്ങൾ എത്ര കൃത്യമായി ഖുർആൻ അന്നത്തെ അവസ്ഥയിൽ, അന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ ഭാഷ്യം വെച്ചുകൊണ്ട് അവതരിപ്പിച്ചു എന്ന് വിനയപുരസ്സരം അറിയണം. അത്രയും അവരെത്തിയപ്പോൾ, അഥവാ ആ നാട്ടിലെ കടന്നു വന്ന പ്രവാചകന്മാരോട് ഈ അക്രമോത്സുകരായ ഫാസിസ്റ്റ് സംവിധാനത്തിന്റെ വക്താക്കൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു നൽകിയ നിർദ്ദേശം, ഫഔഹാ ഇലൈഹിം റബ്ബുഹും, അവരുടെ നാഥൻ, ആ പ്രവാചകന്മാരെ അയച്ച നാഥൻ ആ പ്രവാചകർക്ക് വഹി നൽകി, ലനുഹ്ലികന്നൽ-ളാലിമീൻ, ഈ അക്രമികളെ നാം നശിപ്പിക്കും. ഇത് അവരുടെ അക്രമത്തിന്റെ അവസാനത്തിലേക്കുള്ള പ്രയാണമാണ്. തമ്പുരാൻ ഇടപെടാൻ ഒരു അവസരമുണ്ട്, ആ അവസരം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ അവർ പറഞ്ഞു എങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ, നിങ്ങളെ പൗരത്വരഹിതരാക്കാൻ തീരുമാനിച്ചു എങ്കിൽ, നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളുടെ മതത്തിന്റെ നിയമങ്ങളെ മാറ്റി നിർത്തി അവരുടെ നിയമങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടുന്ന അവസ്ഥ അടിച്ചേൽപ്പിക്കുന്നു എങ്കിൽ അതോടുകൂടി തമ്പുരാന്റെ തീരുമാനമുണ്ടാകും. റബ്ബുഹും, നാം അവർക്ക് അവരുടെ അള്ളാഹു, അവരുടെ നാഥൻ ആ പ്രവാചകന്മാർക്ക് വഹി നൽകി, ലനുഹ്ലികന്നൽ-ളാലിമീൻ, ഈ അക്രമികളെ നശിപ്പിക്കും. സൂറ ഇബ്രാഹിം 13-ാം വചനം. അടുത്ത ആയത്താണ് മുഖത്തിൽ ഓതി വെച്ചത്, വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദി, അവർക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നാം അധിവാസം നൽകും. ഈ അക്രമികൾ പിന്നെ തുടരില്ല, അവരുടെ നാശത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ശേഷവും നിങ്ങൾ തുടരും. നിങ്ങളെ അങ്ങ് ഇല്ലാതാക്കാൻ ഇവർക്ക് പറ്റില്ല, നിങ്ങളെ അങ്ങ് പിഴുതു കളയാൻ പറ്റില്ല, ഈ രാജ്യം നിങ്ങളെ മാറ്റി നിർത്താൻ അവർക്ക് കഴിയില്ല. അല്ലാഹു വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം, ഈ ഭൂമിയിൽ അവർക്ക് ശേഷം നാം നിങ്ങൾക്ക് അധിവാസം നൽകും, നിങ്ങൾക്കിവിടെ അതിജീവനം നൽകും. അള്ളാഹുവിന്റെ വചനത്തിൽ വിശ്വാസമുള്ള വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന വർത്തമാനങ്ങളാണ്. ആർക്കാണ് പിന്നീട് ഇവിടെ കാലുറപ്പിക്കാൻ കഴിയുക എന്നൊരു ഉപാധി പറഞ്ഞിരിക്കുന്നു ഖുർആൻ. ആ ഉപാധി സ്വീകരിക്കുന്നിടത്താണ് നമ്മൾ എവിടെ നിൽക്കുന്നു, എവിടെ നിൽക്കാൻ കഴിയുമെന്ന് തീരുമാനമാകേണ്ടത്. ആ ഷർത്ത് ഇതാണ്. അത് ആർക്കാണ് സാധ്യമാവുക? അക്രമികളായ ഇക്കൂട്ടർ നശിപ്പിക്കപ്പെടുകയും മർദ്ദിതരായിരുന്ന, പൗരത്വരഹിതരാക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സിവിൽ നിയമങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിനകത്ത് ആരാണോ ഇരകളായവർ, ആ ഇരകൾ മണ്ണിൽ പിന്നെയും കാലുറപ്പി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ആർക്ക് സാധ്യമാകും? ഈ ഔദാര്യം ലഭ്യമാകുന്നത് ഇമൻ ഖാഫ മഖാമി,
മരണശേഷം തമ്പുരാനുൽ ഹാജരാകണം എന്ന ചിന്തയുള്ളവർക്ക് മാത്രമാണ്. ശരിയായ പരലോക വിശ്വാസവും പടത്തിനുള്ളവർക്ക് കിട്ടൂ. മുസ്ലിം നാമധാരികൾക്ക് ഈ അവസരം കിട്ടില്ല. നിങ്ങൾ അല്ലാഹുമായി എത്ര കണ്ട് അടുക്കുന്നു, നിങ്ങൾ തമ്പുരാനുമായി എത്ര വിധേയപ്പെടുന്നു, നിങ്ങൾ ഇസ്ലാമിന് എത്ര കൂറുള്ളവരായി തീരുന്നു, അള്ളാഹു ഇറക്കിയ കൽപ്പനകളോട് നിങ്ങൾക്ക് എത്രമേൽ വിധേയത്വമുണ്ട്, നിങ്ങളുടെ നിലപാട് എത്രമേൽ ഇസ്ലാമികമാണ്, നിങ്ങളുടെ സംസ്കാരം എത്രമേൽ ഇസ്ലാമികമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന അടിവരട്ട് ഖുർആൻ ഷർത്ത് പറയുകയാണ്. ദാലിക, ഈ ഔദാര്യം സാധ്യമാകുന്നതിൽ ഇമൻ ഖാഫ മഖാമി, എന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ചിന്ത ആർക്ക് ഭയപ്പാട് ചിന്തയായി മാറുന്നുവോ അവർക്കാണ്. വഖാഫ വഈദ്, എന്റെ താക്കീതുകളെ ആര് ഭയപ്പെടുന്നുവോ അവർക്ക് മാത്രം ലഭിക്കൂ. എന്നിട്ടോ വസ്തഫ്തഹു, ഇതാ ഈ അക്രമത്തിന്റെ വഴി സ്വീകരിച്ചവരുടെ കാര്യം തീരുമാനമായിരിക്കുന്നു കേട്ടോ. നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്ന ആളുകൾ, നിങ്ങളെ പൗരത്വരഹിതരാക്കുമെന്ന് പറയുന്നവർ, അതുപോലെ നിങ്ങളുടെ സിവിൽ നിയമങ്ങളെ റദ്ദ് ചെയ്ത് ഞങ്ങളുടെ നിയമത്തെ നിങ്ങളെ കൊണ്ടുവരുമെന്ന് പറയുന്ന ആളുകൾ, അവരുടെ കാര്യം വസ്തഫ്തഹു, അവരുടെ കാര്യം തീരുമാനമായിരിക്കുന്നു. വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്, അത്തരം എല്ലാ സത്യവിരോധികളായ സ്വച്ഛാധിപതികളും ഖാബ, പരാജയപ്പെട്ടിരിക്കുന്നു. ഇബ്രാഹിം 15-ാം സൂക്തം വീണ്ടും തുടരുന്നു. മിൻ വറായിഹി ജഹന്നം, ഇഹലോകത്തോട് പരാജയപ്പെടുന്നു മാത്രമല്ല അവർക്ക് പിന്നിൽ നരകം വരാനുണ്ട്. വയുസ്കാ മിൻ മാഇൻ സദീദ്, ചോരയും ചെലവും കലർന്ന ദുർനീര് അവർ അവിടെ കുടിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സൂറ ഇബ്രാഹിമിലെ 13 മുതൽ 16 കൂടിയ വചനങ്ങളാണ് ഓതി വെച്ചത്. സഹോദരന്മാരെ, എത്ര കൃത്യമായ വർത്തമാനമാണ്, എത്ര ഉന്നതമായ കാഴ്ചപ്പാടാണ് വിശ്വാസികളായ നമുക്ക് നൽകുന്ന ഈ കാഴ്ചപ്പാട്. മുസ്ലിമീങ്ങളുടെ ശരീഅത്ത് നിയമങ്ങളുടെ മേൽ കൈകടത്താനുള്ള അവസരമായിട്ട് ഈ സംവിധാനത്തെ, സിവിൽ കോഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ശക്തികൾ, അവരിത് മുസ്ലിം പ്രശ്നമായിട്ട് മാത്രമാണ് ഉന്നയിക്കുന്നത്. മറ്റാർക്കും വിഷയമൊന്നും വരില്ല എന്ന ഒരു തോന്നിപ്പിക്കൽ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നു പറയുന്ന ഗോവയിലും ഇപ്പോൾ തീരുമാനം ഉത്തരാഖണ്ഡിലുമൊക്കെ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ വരുന്ന വഴിക്ക് ബാക്കിയുള്ളവർ നിശബ്ദരായിരിക്കുകയാണ്. ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, ഇതെല്ലാം കൂടി മുസ്ലിമീങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവ്വ ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് രാജ്യം കാത്തു സൂക്ഷിക്കുന്ന വൈവിധ്യങ്ങളെയും മതപരമായ വ്യത്യസ്തതകളെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഒന്നാണെന്നും ഈ ഏക സിവിൽ കോഡ് ബാക്കി വെക്കുന്ന ആഘാതം ഒരു സമുദായത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നൊക്കെ ബുദ്ധിയുള്ള മനുഷ്യർ നേരെ ചൊവ്വെ ചിന്തിച്ച് പറയുന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ അറിയണം. അപ്പൊ ഇത്തരം ഒരു അവസ്ഥയിൽ, ഇങ്ങനെ ഒരു കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവഗതികളിൽ ഖുർആൻ നമുക്ക് എന്ത് വെളിച്ചം നൽകുന്നു എന്ന യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. കരുത്ത് നമ്മൾ ആർജിക്കേണ്ടത് ഖുർആനിൽ നിന്നാണ്. വിശ്വാസത്തിന്റെ ബലത്തിൽ ആ കരുത്തുണ്ടാവേണ്ടത്. പേടിച്ചു പോകുന്ന, ചൂളിപ്പോകുന്ന, മാപ്പുസാക്ഷികളാകുന്ന ഒരു സമുദായത്തിന് അധികകാലം ഇന്ത്യയിൽ തുടരാൻ കഴിയില്ല. അതുകൊണ്ട് ആ കരുത്തിന്റെ വർത്തമാനമാണ്. നിങ്ങളെ പുറത്താക്കും, നിങ്ങളെ രാഷ്ട്രരഹിതരാക്കും, നിങ്ങളുടെ സിവിൽ നിയമങ്ങൾ റദ്ദ് ചെയ്യും, ഞങ്ങളുടെ സിവിൽ നിയമം നിങ്ങൾ പാലിക്കേണ്ടി എന്നൊക്കെ പറയുമ്പോൾ പേടിച്ചു പോകുന്ന ആളുകളുടെ എണ്ണപ്പെരുക്കം ഈ സമുദായത്തിന് ഭൂഷണമല്ല. മറിച്ച് മുകളിൽ ഒരു നാഥനുണ്ടെന്ന്, ഞങ്ങൾ അവന്റെ മുമ്പിൽ ഹാജരാകുന്ന വിശ്വസിക്കുന്ന ആളുകളാണെന്ന്, ഞങ്ങൾ കരുത്തോടെ ഈ മാർഗത്തിൽ തുടരുമെന്ന്. അതുകൊണ്ട് അള്ളാഹുവിന്റെ താക്കീതുകളെ ഭയപ്പെടുന്ന ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രതീക്ഷ നൽകുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നവരാണെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉമ്മാക്ക് മുമ്പിൽ ഞങ്ങൾ എഴുന്നേറ്റ് ചൂളിപ്പോവില്ല, ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും കരുത്തോടെ, ഞങ്ങൾ പൊരുതും അവസാനം വരെ, ഞങ്ങൾ ശരിയായ പ്രതിരോധത്തിന്റെ വഴി സ്വീകരിക്കും. ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തി ഈ നാട് നശിക്കാൻ അനുവദിക്കാത്ത ഒരു പ്രതിരോധത്തിന്റെ വഴിയിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു പറയാൻ, ആർജവമുള്ള വർത്താനം പറയാൻ വിശ്വാസികൾ കഴിയണം. കാരണം അള്ളയുണ്ട് മുകളിൽ, അവരെ നശിപ്പിക്കുമെന്ന് അള്ള പറഞ്ഞിരിക്കുക. എന്നിട്ടോ പിന്നീട് നിങ്ങൾക്ക് ഇവിടെ അധിവാസം സാധ്യമാക്കി തരുമെന്നും. ഇതാണ് സൂറ ഇബ്രാഹിമിലെ ഈ വിഷയകമായ പ്രതിപാദനം. രണ്ടാമത്തെ ഒരു പ്രതിപാദനം വെള്ളിയാഴ്ച സുന്നത്തായി നാം ഓതുന്ന സൂറ കഹ്ഫിലുണ്ട്. കഹ്ഫിലെ 20-ാം വചനത്തിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്നിടത്ത് അള്ളാഹ് പറയുന്നുണ്ട്, ആ അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ ഗുഹയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടപ്പോൾ 3 നൂറ്റാണ്ടുകാലം ഉറങ്ങിക്കിടന്ന അഥവാ മരിപ്പിച്ച് കിടത്തിയ അക്കൂട്ടർ പിന്നീട് എഴുന്നേറ്റ സമയത്ത് അവർ തമ്മിലുള്ള സംഭാഷണത്തിന് ഒടുവിൽ അവർ തീരുമാനിക്കുന്നുണ്ട്, ഒരാളെ തങ്ങളുടെ കയ്യിലെ വെള്ളി നാണയങ്ങളുമായി അങ്ങാടിയിലേക്ക് പറഞ്ഞയക്കാം ഭക്ഷണം കണ്ടെത്താൻ. ആ പ്രയോഗത്തിന് ശേഷം അങ്ങനെ പറഞ്ഞയക്കുന്നിടത്ത് പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ പോകുന്ന ആള് ഫല്യഹ്ദർ, നന്നായി ജാഗ്രത പാലിക്കണം, ശ്രദ്ധിക്കണം, നമ്മളുള്ള കാര്യം അറിയാൻ പാടില്ല. അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്നഹും യദ്ഹറു അലൈക്കും, നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഇവർ അവരറിഞ്ഞാൽ, നിങ്ങൾ ഏതൊരു നാട്ടിൽ നിന്ന്, ഏതൊരു ശത്രുവിൽ നിന്ന്,
നിങ്ങളുടെ ആദർശത്തെ അപകടത്തിലാക്കുന്ന സംഘത്തിൽ നിന്ന് ഈ അഗ്രസീവായ അക്രമോത്സുകമായ ആ ഭരണാധികാരിയും അനുയായികളും നിങ്ങളുടെ ശുദ്ധമായ തെളിഞ്ഞ ആദർശം കൈയൊഴിയാൻ നിർബന്ധിക്കുകയും അവിടുത്തെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ നിങ്ങൾ പൂജ അർപ്പിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ചില ആളുകളെ കൊന്ന് ആ നഗര കവാടത്തിൽ കെട്ടിത്തൂക്കിയ ഭീകരതയുണ്ടല്ലോ, ആ ഭീകരത ഓടി രക്ഷപ്പെട്ട് നിങ്ങളുടെ അഭയം തേടിയിരിക്കല്ലേ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള നിങ്ങൾ ഓടിപ്പോകുന്ന ആ നാട്ടുകാർ ഇന്നഹും യൽഹറു അലൈക്കും, അവർ നിങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ എന്ത് ചെയ്യും? എർജുമൂക്കും, അവർ നിങ്ങളെ എറിഞ്ഞു കൊല്ലും. മോബ് ലിഞ്ചിങ്ങിന്റെ പഴയ വേഴ്സിനാണ് എറിഞ്ഞു കൊല്ലൽ. അവർ നിങ്ങളെ പിടികൂടി ആക്രമിച്ച് എറിഞ്ഞു കൊല്ലും. ഔ യുഈദുകും ഫീ മില്ലത്തി, അല്ലെങ്കിൽ അവരുടെ മതത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. നിങ്ങളുടെ സിവിൽ, നിങ്ങളുടെ ആദർശപരമായുള്ള നിയമക്രമങ്ങൾ പാലിക്കാൻ സമ്മതിക്കാതെ അവരുടെ മതത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. വലൻ തുഫ്ലിഹു ഇദൻ അബദ, അങ്ങനെ എങ്ങാണ്ട് സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ വിജയിക്കില്ല. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന മുഫസ്സിറുകൾ പറഞ്ഞ ഒരു വസ്തുത എന്റെ സഹോദരന്മാർ ശ്രദ്ധിക്കുക. അവർ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, എർജുമൂക്ക്, അവർ നിങ്ങളെ എറിഞ്ഞു കൊല്ലുന്ന, നിങ്ങളെ ഇല്ലാതാക്കി കളയും. ആ മോബ് ലിഞ്ചിങ്ങിന്റെ വേഴ്സൺ 10 കൊല്ലമായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുക, പശുവിന്റെ പേരിലും മറ്റു പലതിന്റെ പേരിലുമൊക്കെ അതിവിടെ തുടരെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളെ എറിഞ്ഞു കൊല്ലും എന്ന് പറഞ്ഞ ശേഷം ഈ സംസാരിക്കുന്ന വക്താവ് വേറെ ഒന്നും പറഞ്ഞില്ല, അതിനെക്കുറിച്ച് ഒരു പ്രതികരണവും പറഞ്ഞില്ല. അടുത്ത വർത്താനം ഔ യുഈദുകും ഫീ മില്ലത്തിഹിം, അല്ലെങ്കിൽ അവർ നിങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്ന് പിഴുതെടുത്ത് അവരുടെ ക്രമത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ അവരുടെ മതം സ്വീകരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കും. അവർ നിങ്ങൾ അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അവിടെ അദ്ദേഹത്തിന്റെ കമന്റ് ഉണ്ട് എന്നാണ്, വലൻ തുഫ്ലിഹു ഇദൻ അബദ, എങ്കിൽ നിങ്ങൾ പിന്നെ വിജയിക്കില്ല കേട്ടോ. ഈ സിവിൽ നിയമവും ഈ വിശ്വാസവും ഈ ആരാധനാക്രമവും വിട്ടിട്ട് ഇവിടത്തെ അധികാരി വർഗത്തെ പ്രീതിപ്പെടുത്താൻ നിലപാട് സ്വീകരിക്കുന്ന ഓരോ മുസ്ലിമുകളുടെ ശക്തമായ താക്കീതാണ്. അപ്പണി നിങ്ങൾ ചെയ്താലുണ്ടല്ലോ, വലൻ തുഫ്ലിഹു ഇദൻ അബദ, പിന്നെ നിങ്ങൾ വിജയിക്കില്ല, പിന്നെ നിങ്ങൾ രക്ഷപ്പെടില്ല. ഇസ്ലാം കൊണ്ട് നിങ്ങൾ ജയിക്കില്ല, നിങ്ങൾ പരാജയപ്പെടുകയേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് നിലപാടുണ്ടാവണം. ഔ യുഈദുകും ഫീ മില്ലത്തിഹിം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. വലൻ തുഫ്ലിഹു ഇദൻ അബദ, എങ്കിൽ പിന്നെ നിങ്ങൾ വിജയിക്കില്ല എന്നാണ് ഈ വിശദീകരണ ആയത്തിന്റെ വിശദീകരണത്തിൽ. ഫീ ഹാദൽ ഔദ്, ഈ മടങ്ങിപ്പോക്കുണ്ടല്ലോ, ആ സിവിൽ നിയമം വന്നാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നിസ്കരിക്കാലോ, പിന്നെ ബാങ്ക് മൈക്കിൽ വേണം നമുക്ക് നിർബന്ധമുണ്ടോ എന്നൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ നീളം നാവുകൾ നമുക്കിൽ ഉണ്ടായി വരുന്ന കാലമാണ്. കഴിഞ്ഞ ദിവസം ഒരു കക്ഷി ഉംറക്ക് പോയിട്ട് മത്താഫിൽ നിന്ന് ഇവിടത്തെ ഭരണാധികാരി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഉംറ നടത്തുന്നു പ്രഖ്യാപിക്കുന്ന ലൈവ് വീഡിയോയുമുണ്ട്. ഇതൊക്കെ ഈ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ സമുദായം അറിയണം, നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ നല്ല കുട്ടികളാകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ പിന്നെ ജയിക്കില്ല. നിങ്ങൾക്ക് നല്ല നിസ്കാരം നിർത്തി മതം വിടല, അപ്പുറത്ത് പോകല, കുറച്ചുകൂടി ആശ്വാസം കിട്ടിയേക്കും. ഇത് നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് നിങ്ങളുടെ തരികിട കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്ന മാർഗമല്ല. അതുകൊണ്ടായി പറഞ്ഞത്, അവർ നിങ്ങളെ നിർബന്ധിച്ച് ഔ യുഈദുകും ഫീ മില്ലത്തി, അവിടെ മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയാൽ വലൻ തുഫ്ലിഹു ഇദൻ അബദ, നമ്മൾ ഓർത്തു വെക്കേണ്ട വാക്യമാണ്. സൂറ കഹ്ഫ് 20-ാം വചനത്തിന്റെ അവസാന ഭാഗം, വലൻ തുഫ്ലിഹു ഇദൻ അബദ, പിന്നെ നിങ്ങൾ ജയിക്കില്ല. വിശദീകരണം ഫീ ഹാദൽ ഔദ്, ഇങ്ങനെ ഒരു മടക്കം, അതുമായിട്ടങ്ങ് യോജിച്ചു പോകാം. UCC ഒക്കെ വരട്ടെ, നമുക്കെന്താ പ്രശ്നം എന്നൊക്കെ വിചാരിക്കുന്ന ഓരോരുത്തർ അറിയണം, ഈ മടക്കുണ്ടല്ലോ അത് ഖുസ്റാനു ദുനിയ വൽ ആഖിറ, അത് നിങ്ങളുടെ ഇഹലോകത്തെയും പരാജയപ്പെടുത്തി കളയും, നിങ്ങളുടെ പരലോകത്തെയും പരാജയപ്പെടുത്തി കളയും. തഫ്സീർ സഅദി പറയുന്ന ആയത്തിന് വിശദീകരിച്ച് ലാ യുഫ്ലിഹൂന അബദ, അത്തരം നിലപാടുള്ള ഒരാളും പിന്നീട് ജയിക്കില്ല. ബൽ യുഖ്സിറൂന ഫീ ദീനിഹിം, അവിടെ ദീനി രംഗത്ത് അവർ പരാജയപ്പെടും. ദുനിയാവും, ഭൗതിക ലോകത്തിൽ പരാജയപ്പെടും. ഉഖ്റാവും, പാരത്രിക ലോകവും പരാജയപ്പെടും. ഖസിറ ദുനിയ വൽ ആഖിറ, ദുനിയാവും പരലോകവും നഷ്ടപ്പെട്ട കൂട്ടരായിട്ട് ഈ മുസ്ലിം പേരുകാർ മാറും. അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് ഇത് ചെറിയ വിഷയമായിട്ട് കാണണ്ട. നിലപാടുകൾ ഉണ്ടാവണം എന്നാ ഖുർആൻ പറയും. നിലപാടുകൾ ഉണ്ടാവണം. മുസ്ലിം സമുദായത്തിന് നിലപാട് വേണം. അതാണ് സൂറ കഹ്ഫിലെ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്നിടത്ത് നാം മനസ്സിലാക്കും. അവിടുത്തെ ഭരണാധികാരി ചക്രവർത്തി അവർ ജീവിക്കുന്ന ആ ഷാം ദേശം ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിട്ട് എല്ലാവരും ആഴ്ചയിൽ ഒരു തവണ അവിടെ പോയി പൂജ നടത്തുന്ന പൊതു സിവിൽ നിയമം പ്രഖ്യാപിച്ചു. അതാണ് ഏക സിവിൽ കോഡ് അന്നത്തെ ഒരു രീതി. എല്ലാവരോടും പൂജ നടത്തണം. നിങ്ങൾ ഏത് കൂട്ടരാലും ശരി പൂജിക്കണം. പൂജിക്കാത്തവരെ പിടികൂടിയിട്ട് കൊന്നു കെട്ടിത്തൂക്കും. അത്തരം ഒരു ഘട്ടത്തിലാണ് ഈ ചെറുപ്പക്കാർ നാട് വിട്ട് തങ്ങളെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി നാട് വിട്ട് ഗുഹയിൽ അഭയം നടന്നു. ഈ കഥ എത്രയോ നൂറ്റാണ്ട് മുമ്പ് നടന്നൊരു സംഭവമാണ്. എന്തിന് ഖുർആനിൽ ഈ കഥ നമ്മോട് അള്ളാഹു വായിക്കാൻ പറയുന്നു? ഈ സംഭവം സൂറ കഹ്ഫിൽ മാത്രമേ ഉള്ളൂ. ഖുർആനിൽ ഗുഹാവാസികളുടെ ചരിത്രം അവിടെ മാത്രമേ ഉള്ളൂ.
ആ സൂറ എല്ലാ വെള്ളിയാഴ്ചയും ഓതാനും പറഞ്ഞിരിക്കുന്നു. നിലനിൽപ്പ് അപകടത്തിലായി പോകുന്ന, ആദർശം കൈയൊഴിയേണ്ടുന്ന പശ്ചാത്തലം ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിനകത്ത് ഇസ്ലാമിനെ മുറുകെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കാൻ, ഇന്ത്യൻ അവസ്ഥയിലെ മുസൽമാന്മാരെ പഠിപ്പിക്കാൻ സൂറ കഹ്ഫ്. വെള്ളിയാഴ്ച പോകുന്ന ഈ സൂറയിലെ ഈ ഭാഗം മുതൽ ഓരോ ഭാഗം നിങ്ങൾ നോക്കൂ, അതിനകത്ത് കൃത്യമായ നിലപാടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും കഹ്ഫ് ഓതി ദുആ ചെയ്ത് വെക്കുന്ന ആളുകൾ ഈ മർമ്മം മനസ്സിലാക്കിയില്ല. സംഘപരിവാരത്തിന്റെ തിട്ടൂരത്തിന് മുമ്പിൽ അഡ്ജസ്റ്റ്മെന്റ് മാൽപാച്ച് നടത്താൻ തീരുമാനിച്ച ഓരോ മുസൽമാനും നിങ്ങൾ പരാജയപ്പെടുകയാണ്, നിങ്ങൾ വിജയിക്കില്ല. അതുകൊണ്ട് ഈ ഭാഗം ഏറെ പ്രസക്തമാണ്. ഇതാണ് രണ്ടാമത് അത്തരം ഒരവസ്ഥയെ ഖുർആൻ വിശദീകരിച്ചത്. മൂന്നാമത് ഭാഗം നമുക്ക് നേരെ പരിചയമുള്ള സൂറ ഖസസിലെ ഫിറഔന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹ് പറയുന്നുണ്ട് 4-ാം വചനത്തിൽ, ഇന്ന ഫിറഔന അലാ ഫിൽ അർദ്, ഭൂമിയിൽ വലിയവനായി ചമഞ്ഞ ഫിറഔൻ. അധികാരം കയ്യിൽ കിട്ടുമ്പോൾ പിന്നെ ഞങ്ങളെ തടയാൻ ആരുമില്ലെന്ന് വിചാരിച്ചിട്ട് അഹങ്കാരത്തിന്റെ ഭാവം സ്വീകരിക്കുന്ന, എല്ലാ ചക്രവർത്തിയാകാൻ ശ്രമിക്കുന്ന എല്ലാവർക്കുമുള്ള താക്കീതാണ്. ഫിറഔനും അങ്ങനെ ചക്രവർത്തിയായി ചമഞ്ഞതാ. അതുകൊണ്ട് അത്തരം ആളുകൾ പുതിയ കാലത്ത് പുതിയ പേരുകളിൽ എവിടൊക്കെയുണ്ടോ അവർക്കുള്ള താക്കീത, ഇന്ന ഫിറഔന അലാ ഫിൽ അർദ്, ഭൂമിയിൽ അവൻ ഔന്നിത്യം വാണുകൊണ്ട് അവൻ എന്തിനും തികഞ്ഞവനാണെന്ന രീതിയിലേക്ക് വളർന്നു. വജഅല അഹ്ലഹാ ശിയ, അതിന്റെ ഭാഗമായിട്ട് അവൻ ചെയ്ത പണി അവിടുത്തെ രാജ്യനിവാസികളെ തട്ടുകളായി തിരിച്ചു. ഇവര് ഒരു സംരക്ഷണം കിട്ടേണ്ടതില്ലാത്തവർ, പൗരന്മാരാകേണ്ടതില്ലാത്തവർ, ഇവർ നാടുകടത്തപ്പെടേണ്ടവർ, ഇവർക്ക് അവകാശം ഉണ്ടാവേണ്ടതില്ല, ഇവർക്ക് സ്വസ്ഥമായ ജീവിതം സാധ്യമാവേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഒരു കൂട്ടരെ ആ വിഭാഗത്തിൽ ഒരു കൂട്ടരെ ദുർബലരാക്കി മാറ്റി, അവകാശങ്ങൾ നിഷേധിച്ചു. ഇന്ത്യയിൽ നടക്കുന്ന അതേ അവസ്ഥയെ കൃത്യമായിട്ട് വർണ്ണിക്കുന്ന പോലെ ഇത് ആയത്ത് വായിക്കുന്നവർക്ക് ബോധ്യമാകും. അങ്ങനെ ഉന്നതനായി നിന്നുകൊണ്ട് സ്വയം ദൈവമായി ചമന്നു ഫിറഔൻ. അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പ്രഖ്യാപിച്ച ഫിറഔൻ സമാനമായ ഗുരുവായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അങ്ങനെ അധികാരത്തിലിരിക്കുന്നവൻ തുറക്കേണ്ടുന്ന പാർലമെന്റ് ഇവിടുത്തെ മതത്തിന്റെ ആളുകൾ പോയി തുറക്കുകയും ജനായത്ത ക്രമത്തിലെ പാർലമെന്റിൽ ചക്രവർത്തിയെ ഓർമ്മിപ്പിക്കുന്ന ദണ്ഡ് സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. മറുഭാഗത്ത് ഇവിടുത്തെ ആത്മീയ നേതാക്കന്മാര് ഔപചാരികമായി തുറക്കേണ്ട ദേവാലയങ്ങൾ രാഷ്ട്രീയത്തിൽ ഭരിക്കുന്ന ഭരണാധികാരി തുറക്കുന്ന അവസ്ഥ ആവശ്യം. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലാണ് ജീവിക്കുന്ന, ഓർമ്മ വേണം. അത്തരം ഒരു സാമൂഹിക ക്രമത്തിൽ കൃത്യമായി അത് പഠിപ്പിക്കുക. അങ്ങനെ ആര് ഔന്നിത്യം വാഴുന്നുവോ, ആരെങ്ങനെ വലിയരാകാൻ ശ്രമിക്കുന്നുവോ, എന്നിട്ട് വജഅല അഹ്ലഹാ ശിയ, ഇവിടത്തെ ഒരു വിഭാഗത്തിന് നേരെ മുഴുവൻ മനുഷ്യരെയും തിരിച്ചു വിട്ടുകൊണ്ട് വെറുപ്പിന്റെ വിദ്വേഷ രീതി സ്വീകരിച്ച് ജനങ്ങളെ കക്ഷികളാക്കി, പക്ഷങ്ങളാക്കി, തട്ടുകളാക്കി തിരിക്കുന്നുവോ, അതിൽ ഒരു വിഭാഗം ദുർബലരാക്കി, പൗരത്വരഹിതരാക്കി, ചീപ്പ് ലേബേഴ്സ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നുവോ, അത്തരം ആളുകളെ ഇല്ലാതാക്കാൻ യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹി നിസാഅഹും, അവരിലെ ആൺ കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയും പെൺമണികളെ മാനഹാനി ബാധിച്ച ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നത് ആര് ചെയ്യുന്നുവോ അത്തരം പണി ചെയ്യുന്ന ആളുകൾ ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവർ വലിയ കുഴപ്പക്കാരാണ്. ആ വലിയ കുഴപ്പക്കാരെ അല്ലാഹു വെറുതെ വിടില്ല. അടുത്ത ആയത്തിൽ സൂറ ഖസൽ 6-ാം വചനം, വനുമക്കിന ലഹും ഫിൽ അർദ്, അത്തരം ആളുകൾക്ക് ശേഷവും ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കും. ബനൂ സമുദായത്തിൽ അല്ലാഹു പറഞ്ഞ വർത്താനം, വനുമക്കിന ലഹും ഫിൽ അർദ്, അവർക്ക് നാം ഭൂമിയിൽ ആധിപത്യം നൽകും. വനുരിയ ഫിറഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ, ഫിറഔനും ഫിറഔന്റെ വലങ്കയ്യായ ഹാമാനും ഒക്കെ ഉണ്ടല്ലോ, വജുനൂദും അവന്റെ സൈന്യം, അവർ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മോബ് ലിഞ്ചിങ് നടത്തുന്ന കൂട്ടർ, അവരെയൊക്കെ നാം നശിപ്പിക്കും, അവരെ കാണിച്ചു കൊടുക്കും. മിൻഹും മാ കാനൂ യഹ്ദറൂൻ, അവരെന്ത് ഭയപ്പെടുന്നുവോ ആ സകല നാശവും, പരിപൂർണമായ നാശം അവരെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും ഖുർആൻ പറയുന്നു. അപ്പൊ ഈ 3 സന്ദർഭങ്ങളെ പഠിച്ചാൽ അറിയാം, ഇന്ന് കേൾക്കുന്ന ഈ വർത്തമാനങ്ങൾ മുമ്പ് മുഴങ്ങിയ വർത്തമാനങ്ങളാണ്. അതിന്റെ പദശൈലിക്ക് മാത്രമേ മാറ്റമുള്ളൂ, വാചഗണനക്ക് മാറ്റമുണ്ടാവാം, സാങ്കേതിക ശബ്ദപ്രയോഗങ്ങൾക്ക് മാറ്റമുണ്ടാവാം, പക്ഷെ അതിന്റെ പിന്നിലെ ഉദ്ദേശം വളരെ കൃത്യമാണ്. എങ്കിൽ ആ ഉദ്ദേശത്തോടു കൂടി ഭൂമുഖത്ത് അന്ന് പ്രവാചകന്മാർക്ക് നേരെ, മുസ്ലിം സമുദായത്തിന് നേരെ ആരൊക്കെ അഗ്രസീവായ, അക്രമോത്സുകമായ ഈ ബഹുദൈവ ആരാധന ക്രമത്തിന്റെ ഭാഗമായി എഴുന്നേറ്റുന്നുണ്ടോ അവർ നശിപ്പിക്കപ്പെടാതെ പോയിട്ടില്ല. അവർക്കധികം ആയുസ്സില്ല. അവിടെ നാശം തമ്പുരാൻ തീരുമാനമാക്കിയ കാര്യമാണ്. അസമയത്തിന്റെ മാത്രം പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതോടുകൂടി ആ നാശം സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഈ നാട് നശിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ നാടിന്റെ നാശം നമ്മൾ കൊതിക്കുന്നില്ല. ഈ നാട് നേരെ മുന്നോട്ട് നമ്മൾ കൂടി ജീവിക്കുന്ന നമ്മുടെ രാജ്യമാണ്. അതുകൊണ്ട് ഈ അന്യായത്തിനെതിരെ ശബ്ദമില്ലാത്തവരായി മാറുകയല്ല വേണ്ടത്, ഈ അന്യായത്തിന് ശബ്ദമുള്ളവരായിട്ട് മാറണം. അത് ഈ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ശരിയായ പാഠമാണ്, നമുക്ക് കരുത്ത് പകരുന്ന വർത്തമാനമാണ്. സൂറ ഇബ്രാഹിമിലെ, സൂറ കഹ്ഫിലെ
ഇപ്പോൾ ഈ പറഞ്ഞ സൂറ ഖസസിലെ ഈ സംസാരങ്ങളെല്ലാം സഹോദരന്മാരെ, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവഗതികളെ കുറിച്ച് നാം ഇസ്ലാമികമായ വായന നടത്തേണ്ടത്. 947 മാർച്ച് 28 മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച ഭരണഘടനാ അസംബ്ലി യോഗത്തിൽ നടക്കുക. ആ പഴയ കാലത്ത് അന്ന് ഈ പറയുന്ന UCC ഏക സിവിൽ കോഡിന്റെ നിയമം മൗലികാവകാശങ്ങൾ പെടുത്താൻ തീരുമാനിച്ച ഒരവസ്ഥയിൽ ചർച്ച വന്നപ്പോൾ ശക്തമായി ഇടപെട്ടുകൊണ്ട് മുസ്ലിം പക്ഷത്തുള്ള ആളുകളും ഹൈന്ദവ പക്ഷത്തെ ആളുകൾ ഒരുപോലെ എതിർത്തത് ഏക സിവിൽ കോഡ് പ്രായോഗികമല്ല, അത് മൗലികാവകാശമാക്കാൻ പാടില്ല എന്ന്. അത്തരം ഒരു ഘട്ടത്തിലാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ശക്തമായി ഇടപെട്ടുകൊണ്ട് അന്നത്തെ മുസ്ലിം നേതൃത്വം സംസാരിച്ചത്. ഈ അസംബ്ലിയിൽ ഇന്ത്യയിൽ ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകവും പകരം വെക്കാനില്ലാത്തതുമായ ചില മതപരമായ ആചാരങ്ങളുമായി പരിതരാണ്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മതക്കാരുടെയും അവരുടെ പേഴ്സണൽ ലോ, സിവിൽ നിയമം ശരിയായി പാലിക്കാൻ അവർക്ക് അവകാശം ഉണ്ടാവണം. അതിന്റെ കടക്കൽ കത്തിവെക്കാൻ പാടില്ല. ശക്തമായ ചർച്ചയ്ക്ക് ഒടുവിലാണ് മൗലികാവകാശങ്ങൾ ഏക സിവിൽ കോഡ് പെടുത്താതിരുന്നത്. അതതിന്റെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ മാത്രമാണ് പെടുത്തിയത്. അങ്ങനെ പെടുത്തിയപ്പോൾ പോലും ഡോക്ടർ അംബേദ്കർ പറഞ്ഞ വർത്തമാനമുണ്ട്. അദ്ദേഹമാണ് ഭരണഘടനാ അസംബ്ലിയുടെ ലീഡർ. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഭരണകൂടം അക്രമോത്സുകമായിട്ട് ഈ നിയമം നടപ്പാക്കാൻ തീരുമാനിച്ചാൽ ഈ രാജ്യം അപകടത്തിലാവും. ഇപ്പോൾ അപകടത്തിലാകാൻ പോവുകയാണ്. അന്നേ ദീർഘദർശനം നടത്തിയതാ. ഈ നാട്ടുകാർ മൊത്തം അംഗീകരിച്ചുകൊണ്ട് തീരുമാനമാകാൻ നടക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ബലം പിടിച്ച് നടപ്പാക്കിയാൽ നാട് നശിക്കും എന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ആൾക്ക് നല്ല കാഴ്ചപ്പാട്, അത് എഴുതി വെക്കുകയും ചെയ്താണ്. അപ്പൊ അത്തരം ഒരു സംഗതിയാണ് ഇതെന്നറിയണം. എല്ലാ മതക്കാരുടെയും സിവിൽ നിയമങ്ങൾ റദ്ദായി പോകും. മുസ്ലിമീൻ്റെത് മാത്രമല്ല, പക്ഷെ മുസ്ലിമീങ്ങൾക്ക് മാത്രം എന്തോ അപകടം വരുള്ളൂ, ബാക്കി ആരെയും ബാധിക്കില്ല എന്ന വ്യാജേനയുള്ള അവതരണങ്ങളുടെ വസ്തുതകൾ വരെ തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ആഴ്ചയിൽ ഏക സിവിൽ കോഡ് 4 ദിവസം ചർച്ച നടത്തിയിട്ട് പാസ്സാക്കിയപ്പോൾ അതിൽ സന്തോഷിച്ചവരെല്ലാം മനസ്സിലാക്കിയത് അത് മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുമെന്നാണ്. അങ്ങനെയല്ലെന്ന് കൃത്യമായിട്ട് അറിയണം. ഗോവയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയാണെന്ന് പറയുന്നു. അവിടുത്തെ ഹൈന്ദവ ആചാരങ്ങൾ സിവിൽ കോഡിന് പുറത്താണ്, അതിനകപ്പെടുത്തിയിട്ടില്ല. അവിടുത്തെ കത്തോലിക്കൻ ചർച്ചിന്റെ ആളുകൾക്ക് അവരുടെ മതകോടതിയാണ് അവസാന വാക്ക്. അവരുടെ വിവാഹമോചന വിഷയത്തിൽ അവർ കോടതിയിൽ പോകേണ്ടതില്ല, അവിടെ മതകോടതി, അതായത് പള്ളി കേന്ദ്രീകരിച്ച ആത്മീയ നേതാക്കന്മാർ, പട്ടക്കാർ ഉത്തരം പറഞ്ഞാൽ മദീന. അത്തരം ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെയും അത് ബാധിക്കുക മുസ്ലിമീങ്ങളെ മാത്രമാണ്. ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ അവിടുത്തെ ട്രൈബ്സിനെ SC ST വിഭാഗത്തെ ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു. അവരത് ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. SC ST വിഭാഗക്കാരായിട്ടുള്ള ഇവിടുത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് 2001 കോടതി വിധി പ്രകാരം അവർ ഹിന്ദുമതത്തിന്റെ ഭാഗമേ അല്ല എന്ന വിധി വന്ന രാജ്യം കൂടിയാണ് ഈ രാജ്യം. പക്ഷെ അവരെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ അത് മുസ്ലിമീങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ആ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ്. യഥാർത്ഥത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. നിയമമായി കഴിഞ്ഞാൽ അങ്ങനെ സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നേരെയാണ് ഇതിന്റെ മുഖം തിരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് വൈവിധ്യത, ഇന്ത്യയുടെ വൈവിധ്യത തകർക്കുന്ന ഒരു നിയമമാണ്. സ്വകാര്യതയെ തകർക്കുന്ന നിയമമാണ്. ഇത് പൗരന്മാരുടെ മതസ്വാതന്ത്ര്യം തകർക്കുന്ന നിയമമാണ്. സംസ്കാരങ്ങളുടെ സംഘഭൂമിയായ ഇന്ത്യക്കത് പറ്റിയതേ അല്ല എന്ന യാഥാർത്ഥ്യം വളരെ കൃത്യമായിട്ട് അറിവുള്ളവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും അവിടെ വ്യതിരിക്തമായ ആചാരം നടത്തുന്നതുമായ ഒരു ഉദാത്തമായ അവസ്ഥ മാത്രമേ ഇന്ത്യക്ക് കരണീയമാവുകയുള്ളൂ എന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ വായിച്ചാൽ ഉത്ബുദ്ധരായ ആളുകൾ കൃത്യമായി നമ്മെ ബോധവൽക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പൊ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ പ്രത്യയശാസ്ത്രപരമായി മുസ്ലിം സമൂഹത്തിന്റെയും മറ്റു വിഭാഗങ്ങളുടെയും മുകളിൽ ഹിന്ദുത്വയെ പ്രതിഷ്ഠിക്കാൻ ബോധം നടക്കുന്ന ഈ ശ്രമത്തിന്റെ അപകടകരമായ അവസ്ഥയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഈ അവസ്ഥയിൽ മുസ്ലിം സമൂഹം നിലപാടുണ്ടാവണം. എന്താണ് നിലപാടുണ്ടാവേണ്ടത്? ഒന്ന്, ഇത് മുസ്ലിമീങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന രീതിയിൽ ചിന്തിച്ച് ചൂളിപ്പോകാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ആളുകൾ അങ്ങനെയാണ്. എന്തായിരുന്നാലും കുടുങ്ങി, ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റൂ എന്നൊക്കെ വിചാരിച്ച് മാപ്പുസാക്ഷികളാവുകയാണ്. കരുത്തു പകരേണ്ട നേതാക്കന്മാർ ആർജവമില്ലാത്തവരായി മാറിയിട്ട് എന്തെല്ലാമോ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുടെ വർത്തമാനത്തിൽ കരുത്ത് കാണുന്നില്ല. അവർ ഗ്യാൻവാപ്പി പള്ളിയായ ബാബരി മസ്ജിദ് വിഷയമായിരുന്നാലും നേരെ ചൊവ്വേ സംസാരിക്കുന്നില്ല. ആ പിന്മുറക്കാരുടെ ശബ്ദത്തിന്
ഭയപ്പാടിന്റെ, മാപ്പുസാക്ഷ്യത്തിന്റെ, ഭീരുത്വത്തിന്റെ ഒരുപാട് അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത്തരം ഒരവസ്ഥയല്ല നമുക്ക് വേണ്ടത്. കൃത്യമായിട്ട് നിലപാട് നേതാക്കന്മാരുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ സഹോദരന്മാരെ, ഏറെ പ്രതീക്ഷാ നിർഭരമായ വർത്തമാനം പറഞ്ഞ ഒരു വന്യവയോധികനായ പണ്ഡിതൻ ഇന്ത്യയിലുണ്ടെന്ന് അറിയണം നിങ്ങൾ. ജമിയത്തുൽ ഉലമായ ഹിന്ദിന്റെ അധ്യക്ഷൻ മൗലാന അർഷദ് മദനി റഹിമഹുല്ല, അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഈ ഫെബ്രുവരി 7 ഉത്തരാഖണ്ഡിൽ ഈ ഏക സിവിൽ കോഡ് പാസ്സാക്കിയ വിഷയത്തിൽ പ്രതികരിച്ചത്, ശരീഅത്തിന് വിരുദ്ധമായ ഒരു നിയമവും മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല. ശരീഅത്തിന് വിരുദ്ധമായ ഒരു നിയമവും മുസ്ലിം അംഗീകരിക്കില്ല. ഏകീകൃത സിവിൽ കോഡിൽ നിന്നും ഇസ്ലാമിനെ ഒഴിവാക്കണം. നിങ്ങളുടെ നിയമം ഞങ്ങൾ പാലിക്കില്ല. കരുത്ത് വേണം, പറയേണ്ടടുത്ത് ചുളിനീർന്ന് പറയണം. അത്തരം നേതാക്കന്മാർ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ആവശ്യമാണ്. നേതാക്കന്മാർ ചൂളിപ്പോവുകയും അവർ വെച്ചുമാറുകയും അവരുടെ സംസാരത്തിന് വ്യക്തത ഇല്ലാതാവുന്ന അവസ്ഥ മാറണം. ഇതേ വ്യക്തിത്വം ഈ ബഹുമാന്യനായ മൗലാന അർഷദ് മദനി റഹിമഹുല്ല, അദ്ദേഹം കഴിഞ്ഞ ഗാൻവാപ്പി വിഷയത്തിൽ ഒരു നല്ല പ്രതികരണം നടത്തിയിരുന്നു. കോടതികളുടെ വിധി നിങ്ങളുടെ വേദം പ്രമാണിച്ചാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ നോക്കിയാണ് വിധി പറഞ്ഞതെങ്കിൽ എല്ലാ നിയമപുസ്തകങ്ങളും കത്തിച്ചു കളഞ്ഞേക്കൂ. എന്തിനാണ് നിങ്ങൾക്ക് ലോ പോയിന്റുള്ള നിയമപുസ്തകങ്ങൾ? നിങ്ങളുടെ എല്ലാ നിയമപുസ്തകവും കത്തിച്ചു കളഞ്ഞേക്കും. നിങ്ങൾ വിധി പറയുന്നത് വിശ്വാസ പ്രമാണം നോക്കിയും മെജോറിറ്റേറിയൻ ഭൂരിപക്ഷ വിഭാഗത്തിലെ തൃപ്തി നോക്കിയിട്ടുമാണ് കോടതി വിധി വന്നെങ്കിൽ എല്ലാ നിയമപുസ്തകവും കത്തിച്ചു കളഞ്ഞേക്കൂ, എല്ലാ ലൈബ്രറിയും കരിച്ചു കളഞ്ഞേക്കൂ. ഇനി ഇന്ത്യക്കത് വേണ്ട. വർത്തമാനങ്ങൾ കൊള്ളുന്നിടത്ത് കൊള്ളിക്കാൻ പറ്റണം. നേതൃത്വങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഈ സമുദായത്തിന് കരുത്തു പകരണം. അത്തരം കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നേരെ ചൊവ്വേ നിലപാടെടുക്കാൻ കഴിവിധം ഈ സമുദായത്തെ ബുദ്ധിപരമായ ആയുധമണിയിക്കാൻ, നിലപാടുപരമായ ആയുധം ധരിപ്പിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ ഈ സമുദായത്തിന് ആവശ്യമാണ്. കുറ്റിയേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഗം എന്നറിയണം. അത്തരം ഒരു ദുരവസ്ഥയിലാണ് സഹോദരന്മാരെ നമ്മൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. പലർക്കും ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഇതൊക്കെയാണോ പറഞ്ഞ ചോദ്യമാണ് പറഞ്ഞ് ചോദിക്കുന്നത്. ഇത് പറയാത്ത കാലത്തോളം നിങ്ങൾക്ക് അധിക കാലം ഈ മണ്ണിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. അതുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അത്തരം ഒരു കൃത്യമായ നിലപാട് നേതാക്കന്മാർ വേണം. തെരുവിലുണ്ടാവണ ഈ സമുദായം, ഈ രാജ്യത്തെ രക്ഷിക്കാൻ ബാധ്യപ്പെട്ട ഒന്നാമത് കൂട്ടർ മുസൽമാന്മാരാണ്. ഈ രാജ്യം എപ്പോഴൊക്കെ അപകടത്തിലായിട്ടുണ്ടോ അപ്പോഴെല്ലാം രംഗത്ത് മുസൽമാന്മാരാ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പട്ടികയിൽ ഒരുപാട് നൂറുകണക്കിന് മുസ്ലിം പേരുണ്ടായിപ്പോയത്. അപ്പുറത്തെ അഗ്രസീവായ സംഘപരിവാരത്തിന്റെ ഒരു പേര് പോലും കാണാതായിപ്പോയത്. യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് മുസ്ലിം സമുദായത്തിന് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, പേടിത്തൊണ്ടന്മാരായി തമ്പുരാനെ ഭയന്ന് ജീവിക്കുന്നതിന് പകരം മറ്റാരെയോ ഭയക്കുന്ന കൂട്ടർ, അള്ളാഹു മുമ്പിൽ ഹാജരാകുന്ന ചിന്തയില്ലാത്ത അറിയണം, നിങ്ങൾ ഭീരുക്കളായിട്ട് ജീവിക്കൂ. കൃത്യമായി ഖുർആൻ ഈ ഭാഗം സൂറ അൽ ബഖറയിൽ പഠിപ്പിക്കുന്നുണ്ട്. ലാ താഖത ലനാ ബിജാലൂത വജുനൂദി. ജാലൂത്തിനോട് പൊരുതാൻ വേണ്ടി പുറപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ സൈന്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് അവർ പുഴ കടന്നു കഴിഞ്ഞപ്പോൾ യഥേഷ്ടം വെള്ളം കുടിച്ച കൂട്ടർ, അങ്ങനെയാണ് എല്ലാ സുഖ സൗകര്യവും ആസ്വദിക്കുന്ന കൂട്ടർ, അവരാണ് ഈ പുഴ കടന്ന കൂട്ടർ. കുടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. കുടിക്കരുത്, വെള്ളം കുടിക്കരുത്, പുഴ കൊണ്ട് പരീക്ഷിക്കാണ്, കുടിക്കരുത് എന്ന് പറഞ്ഞു. കുടിച്ചു. മുസ്ലിം സമുദായം നന്നായിട്ട് കുടിച്ചു. ഭൗതിക സുഖ ആഡംബരത്തിൽ ഉന്മത്തരായ സമുദായം ജയിക്കില്ല കൂട്ടരെ. അവർ ഭീരുക്കളായിരിക്കും. അവർ നേതാക്കന്മാർ അതിനേക്കാൾ പേടിത്തൊണ്ടന്മാരാകും. ഖുർആൻ പഠിപ്പിക്കുക. അങ്ങനെ പുഴ മുറിച്ചു കടന്ന് വെള്ളം കുടിച്ച ഈ മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം പറഞ്ഞു, ലാ താഖത ലനാ ബിജാലൂത വജുനൂദി. ഇന്ന് നമുക്ക് ജാലൂത്തിനോടോ സൈന്യത്തോടോ പൊരുതാൻ കഴിയില്ല, താക്കത്തില്ല. തളർന്നു പോകുന്ന ഒരു സമുദായത്തെ പഠിപ്പിക്കുക ഖുർആൻ. അതേസമയം ആ കൂട്ടത്തിൽ ഒരു ചെറു സംഘമുണ്ട്. അവരുടെ എണ്ണത്തെ കുറിച്ച് മുഫസ്സിറുകൾ പറയാം, 318 350 ഒക്കെ വരുന്ന ആളുകൾ. 80,000 വരുന്ന സൈന്യമാണ് കേട്ടോ, 80,000. അത്രയും വരുന്ന ഒരു സൈന്യത്തിൽ നിന്ന് 300-ലധികം വരുന്ന കൂട്ടർ അവര് പുഴ മുറിച്ചിരുന്ന വെള്ളം കുടിച്ചില്ല. അരുതെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ കെൽപ്പുള്ള കൂട്ടരവർ. അതാണ് തമ്പുരാന്റെ കൽപ്പന പാലിക്കുന്നവർ. അവര് പറഞ്ഞു, കാലദിന യളുന്നൂന അന്നഹും മുലാഖുള്ള. ആ പ്രയോഗം നിങ്ങൾ പഠിക്കണം. കാലദിന യളുന്നൂന അന്നഹും മുലാഖുള്ള. അള്ളാനെ കണ്ടുമുട്ടുന്ന ഉറപ്പുള്ള കൂട്ടർ പറഞ്ഞു, അള്ളാനെ കണ്ടുമുട്ടും. ഈ ഭൗതിക ലോകത്തിന്റെ സുഖത്തിനപ്പുറത്ത് ഇസ്ലാമിന്റെ പാരത്രിക ലോകത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് തമ്പുരാന്റെ മാർഗത്തിൽ കാലത്ത് നിൽക്കുന്ന ആളുകൾ, അവരെ കുറിച്ചായി പറയുന്നത്. കാലദിനെ യളുന്നൂന അന്നഹും മുലാഖുള്ള. അള്ളാനെ കണ്ടുകൊണ്ട് ഉറപ്പുള്ള ആളുകൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഖലബത ഫിയതൻ കസീറതൻ ബിദില്ലാഹ്. എത്ര ചെറു സംഘങ്ങളാണ് അള്ളാഹുവിന്റെ അനുമതിയോടെ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത്. കൊച്ചു സംഘം മതി, എണ്ണത്തിലല്ല വണ്ണത്തിലായി ഇസ്ലാം വിശ്വസിക്കാം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ജയമുണ്ടാകും. എന്നിട്ട് അവർ പറഞ്ഞ ഭാഗം, വല്ലാഹു മഅസ്സാബിരീൻ. ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ അള്ളയുണ്ടാകും. ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കൂടെ
അള്ളയുണ്ടാകും. കൃത്യമായ വർത്തമാനം. വലമ്മാ ബറദുലി ജാലൂത്ത്, അങ്ങനെ ഈ ആളുകളുടെ ഈ 300-ൽ പരമ്പ ആളുകൾ അവർ ജാലൂത്തുമായി മുഖാമുഖം നിന്നു. വജുനൂദി, അവന്റെ സൈന്യവുമായി മുഖാമുഖം നിന്നു. അപ്പോൾ കാലൂർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, റബ്ബന ഫ്രി അലൈനാ സബ്റ, പടച്ചവനെ ഞങ്ങൾക്ക് ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കരുത്തു തരണമേ. വസബ്ബിത് അഖ്ദാമന, ഞങ്ങളെ കാലുകളെ മുന്നിൽ ഉറപ്പിച്ചു നിർത്തണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികൾക്കെതിരെ ഞങ്ങൾ നീ സഹായിക്കണമേ, ഞങ്ങൾ നീ വിജയിപ്പിക്കണമെന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് അവർ യുദ്ധം തുടങ്ങി. വലിയ ഒരു സൈന്യത്തോട് 300-ൽ പരം വരുന്ന ആളുകൾ ഫഹസമൂഹും ബിഇദ്നില്ല, അല്ലാഹുവിന്റെ അനുമതിയോടെ ആ വലിയ സൈന്യത്തെ ഈ കൊച്ചു സംഘം പരാജയപ്പെടുത്തി. ഈ കരുത്താണ് കൂട്ടരെ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇസ്ലാമിന്റെ ഈ കരുത്ത്, വിശ്വാസത്തിന്റെ കരുത്ത്, പരലോക ചിന്ത, തമ്പുരാനിൽ എഴുന്നേൽക്കുന്ന ബോധം, ഈ ആദർശം വെച്ചു മാറാനുള്ളതല്ല. ഈ ദീനും ആദർശം വിട്ടു പോവില്ല. അതനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകും. പൊരുതി ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്ന് പ്രഖ്യാപിക്കാൻ ആർജവമുള്ള നേതൃത്വവും അനുയായികളും എപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നുവോ അവിടെ അള്ളാഹുവിന്റെ വാഗ്ദാനം കൃത്യമായിട്ട് പുലരും. ഭീരുക്കളായ നേതാക്കന്മാരും ഭീരുക്കളായ അനുയായികളും ഈ ലൗകിക സുഖത്തിന്റെ പിറകെ ജീവിക്കുന്ന കാലത്തോളം അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നേരത്തെ ഓതി വെച്ച സൂക്തത്തിലെ ഈ ഭാഗം പ്രസക്തമാകുന്നത്. ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്, സൂറ ഇബ്രാഹിം 14-ാമത്. ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്, എന്റെ കൽപ്പനകളെ ആര് ഭയപ്പെടുന്നുവോ, അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്റെ മുമ്പിൽ ഹാജരാകുന്ന ആര് ശരിയായി ചിന്തിക്കുന്നുവോ അവർക്ക് മാത്രമേ ഇത് സാധ്യമാകൂ. ഏത് വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദി, ഈ അക്രമോത്സുകമായ സംഘപരിവാര സംവിധാനത്തിന് ശേഷം നിങ്ങൾക്കുടെ മണ്ണിൽ ജീവിതം സാധ്യമാകും. അത് നിങ്ങൾക്ക് ഈ ആളുകൾക്ക് കിട്ടൂ എന്ന് വസ്തഫ്തഹു, കാരണം അവരുടെ കാര്യം തീരുമാനമായ കാര്യമാണ്. വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്, എല്ലാ സത്യവിരോധികളായ സ്വേച്ഛാദികളും പരാജയപ്പെട്ടിരിക്കുന്നു. ഇവർ ജയിക്കുകയല്ല, തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന്. എത്ര കൃത്യമായ വർത്തമാനമാണ് സഹോദരന്മാരെ. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പുതിയ കാലത്തെ ഒന്നിന് പിറകെ ഒന്നായിരുന്ന ഭീഷണികൾ ഓരോ ദിനവും വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയും എന്തു സംഭവിക്കാം, ചിലപ്പോൾ ഇപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടാവും. അത്രത്തോളം ഈ രാജ്യത്ത് കലുഷമായ സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കെ സമുദായം കരുത്തോടെ നിൽക്കണം, സമൂഹത്തിന് വഴി കാണിച്ചു കൊടുക്കണം, നല്ല സുമനസ്സുകളെ മൊത്തം ചേർത്ത് നിർത്തണം. ഈ രാജ്യത്തിന്റെ അപകടകരമായ അവസ്ഥ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മൾ മുമ്പിലുണ്ടാവണം. നാം ഈ രാജ്യത്ത് ജീവിച്ചവരാണ്, ഈ നാടിനെ സ്നേഹിക്കുന്നവരാണ്. ഇത് നമ്മുടെ രാജ്യമാണ്. അതങ്ങനെ ഇല്ലാതാകാൻ ഒരിക്കലും സമ്മതിക്കാൻ പാടുന്ന തീരുമാനങ്ങൾ നമുക്കുണ്ടാവണം. അത്തരം ഒരവസ്ഥയിൽ മുന്നോട്ട് പോകാൻ ഈ അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്ന വെളിച്ചത്തെ സവിസ്തരം പഠിക്കുക. ഖുതുബക്ക് സമയപരിമിതിയുണ്ട്, പക്ഷെ നിങ്ങൾ അറിയണം, ഓരോ ദിനവും ഉണ്ടായിക്കൊണ്ടിരുന്ന വസ്തുതകളെ കുറിച്ച് കൃത്യമായി ഖുർആന്റെ വെളിച്ചത്തിൽ വായിക്കാൻ കഴിയും, സംഭവ ചരിത്രങ്ങൾ വായിക്കാൻ കഴിയും. നമ്മൾ ആ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകണം, അവിടേക്ക് പഠനങ്ങളും വായനകളും ഉണ്ടാവണം. അത്തരം ഒരവസ്ഥയിൽ വിശ്വാസം കൊണ്ട് കരുത്താർജിക്കുന്ന ഒരു ജനത തമ്പുരാന്റെ അനുഗ്രഹത്താൽ മണ്ണിൽ അതിജീവനം സാധ്യമാക്കും. അവർ ഈ മണ്ണിൽ തന്നെ ഉണ്ടാകും. നമ്മളില്ലാതെ ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല. അവർക്ക് ശേഷവും നമ്മൾ ഉണ്ടാകുമെന്ന ഈ വാഗ്ദാനം എത്ര കൃത്യമാണെന്ന് അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കിൽ വിശ്വാസമുണ്ടോ എങ്കിൽ ഖുർആന്റെ അധ്യാപനങ്ങൾ നന്നായിട്ട് പഠിക്കുക. പടച്ചതമ്പുരാൻ കരുത്തോടുകൂടി ഈ നാടിന്റെ നന്മയുടെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കരുത്തുള്ള ഉറച്ച വിശ്വാസമുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മൾ റജബ് അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഷഅബാൻ മാസം നമുക്ക് സമീപസ്ഥമായിരിക്കുന്നു. റമളാനിന് മുമ്പുള്ള മാസം. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം നോമ്പെടുത്ത, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പെടുത്ത മാസമാണ് ഷഅബാൻ മാസം. പലപ്പോഴും അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ കാതിൽ വല്ലാതെ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാറില്ല. ഒരിക്കൽ തിരുനബിയോട് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ലം അറക തസൂം മിൻ ഷഹ്രിൻ മിന അശ്ശുഹൂരി മാ തസൂം മിൻ ഷഅബാൻ, ഷഅബാൻ മാസം അങ്ങ് നോമ്പെടുക്കുന്നത് പോലെ മറ്റു ഒരു മാസങ്ങളിലും അങ്ങ് സുന്നത്ത് നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഷഅബാൻ മാസം ഒരുപാട് നോമ്പെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാല റസൂൽ പറഞ്ഞു, ദാക ഷഹ്റുൻ, അതൊരു മാസമാണ്, യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ, റജബിൻ്റെയും റമളാൻ്റെ ഇടയിൽ മനുഷ്യർ വിശ്വാസികൾ അശ്രദ്ധമാക്കി കളയുന്ന മാസം. റജബ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, റമളാൻ വരാനിരിക്കുന്നു, അതിനിടയിലുള്ള മാസമാണ് ഷഅബാൻ മാസം. അതുകൊണ്ട് റജബിൻ്റെയും റമളാൻ്റെ ഇടയിൽ ജനങ്ങൾ യഗ്ഫുലുൻ നാസ്, ജനങ്ങൾ അശ്രദ്ധമാക്കി കളയുന്ന ഒരു മാസമാണ്
ഈ ഷഅബാൻ അങ്ങനെ അശ്രദ്ധമാക്കേണ്ടുന്ന മാസമല്ല. റസൂൽ തുടരുന്നു, വഹുവ ഷഹ്റുൻ, അതൊരു മാസമാണ്. തുർഫഉ ഫീൽ അഅ്മാലി ഇലാ റബ്ബിൽ ആലമീൻ, നിങ്ങളുടെ കർമ്മങ്ങൾ വർഷത്തിൽ ഒരിക്കൽ അള്ളാഹുവിന് മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന മാസമാണ് ഈ ഷഅബാൻ മാസം. നമ്മുടെ ജീവിതത്തിന്റെ പുസ്തകം, നമ്മുടെ കർമ്മ പുസ്തകം തമ്പുരാന്റെ മുമ്പിൽ ഉയർത്തപ്പെടുന്ന മാസമാണ് വരായ്ക്കുന്ന ഷഅബാൻ മാസം. അതുകൊണ്ട് വഉഹിബ്ബു അൻ യുർഫ അമലി വ അന സായിമുൻ, എൻ്റെ കർമ്മപുസ്തകം തമ്പുരാനുള്ളിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഷഅബാൻ ഇത്രയും നോമ്പെടുക്കുന്നതാണ്. ഷഅബാനുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ ഈ കാഴ്ചപ്പാട് ഇമാം മുന്തിരി, നസായി, അഹ്മദ് തുടങ്ങി ഉദ്ധരിച്ച സഹീഹായ ഹദീസാണ്. ഇപ്പോൾ ഷഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുക. വരാനിരിക്കുന്ന റമദാൻ മാസമാണ്. ഷഅബാൻ മാസത്തിൽ കർമ്മങ്ങൾ നന്നാക്കുക, സാധ്യമാകുന്ന സുന്നത്ത് നോമ്പുകൾ എടുക്കുക. അള്ളാഹുവിൻ്റെ എടുക്കുന്ന കർമ്മങ്ങൾ ഹാജരാക്കപ്പെടുന്ന ദിനമാണ്. അതിലെ കറുത്ത പാടുകൾ മായ്ച്ചു കളയാൻ പശ്ചാത്താപത്തിൻ്റെ മനസ്സോടെ പ്രാർത്ഥിക്കുക. ഇപ്പോഴേ ഈ ഒരുക്കം റമദാൻ ഏതാവധി ഉപയോഗപ്പെടുന്ന സഹായിക്കും. അത്തരത്തിലുള്ള ഒരുക്കത്തിന് സമയമാണെന്ന കാര്യം എന്നെയും ശേഷം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ യഥാവിധി ചെയ്തുകൊണ്ട് തമ്പുരാൻ്റെ കൽപ്പനാനുസാരം ജീവിച്ച് നമ്മുടെ കർമ്മപുസ്തകത്തിലെ തെറ്റുകൾ തിരുത്തി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി അവന് സ്വീകാര്യരായ അടിയാറുകളായി മണ്ണിൽ ജീവിക്കുന്ന നാളെ തമ്പുരാൻ്റെ സ്വർഗ്ഗത്തിൽ ഇടം കിട്ടുന്ന നല്ല ദാസന്മാരിൽ, ദാസിമാരിൽ നാം ഇവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا من لدنك رحمة وهيئ لنا من امرنا رشدا. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.